ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്ക്രാച്ച് എംബ്രോയ്ഡറി ആണ്. നമ്മൾ ഈ ലൈനിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ നീല കോളത്തിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ആദ്യമേ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ സെന്ററിൽ നിന്നും ഓരോ സ്റ്റിച്ച് കൂടെ ഇതുപോലെ നമുക്ക് ഈ ബ്ലൂ കോളം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്ലൂവിന് വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഹേൾ കോട്ടൺ ത്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതുപോലെ ആദ്യമേ ആ കോളം ഒന്ന് ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആ ക്രോസ് സ്റ്റിച്ചിന്റെ സെന്ററിൽ കൂടെ ഇതുപോലെ ഓരോ സ്റ്റിച്ചും കൂടെ ചെയ്യുക. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇതുപോലെ ചെക്ക് മെറ്റീരിയൽ കിട്ടുമ്പോൾ ഇതുപോലെ നല്ല വർക്കുകളൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഒരുപാട് വ്യത്യാസം കാണിക്കാനായിട്ട് പറ്റും ഈ ചെക്ക് മെറ്റീരിയലിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലായിട്ട്. നമ്മളിതുപോലെ ചെക്ക് മെറ്റീരിയലൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഇതുപോലെ സ്റ്റിച്ചുകൾ ചെയ്താൽ ഒത്തിരി വ്യത്യാസം നമുക്കിതിൽ വരുത്താൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാൻ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 4 കോളമാണ് ബ്ലൂ കോളം എടുക്കുന്നത്. ഞാനിപ്പം ചെയ്യുന്ന ഡിസൈൻ്റെ ബോർഡർ സ്റ്റിച്ചാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. നമ്മുടെ ഒരു ബെഡ്ഷീറ്റിലോ ടേബിൾ ഷീറ്റിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബോർഡറിൻ്റെ ഡിസൈനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അത് ഇതുപോലെ 4 കോളം എടുത്തിട്ടാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിതുപോലെ നമുക്കിഷ്ടമുള്ള അത്രയും നീളം, അതായത് നമ്മളൊരു ടേബിളിൻ്റെ ഷീറ്റിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ നീളത്തിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ഈ വൈറ്റ് കോളം വിട്ടതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഈ ഡാർക്ക് ബ്ലൂവും ഈ മിക്സായിട്ടുള്ള ഈ കളർ വരുന്ന പോർഷനിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആദ്യമേ നമ്മൾ ഡാർക്ക് ബ്ലൂ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നു. അതിനുശേഷം ഈ വൈറ്റ് കോളത്തിൻ്റെ ഇപ്പുറത്തുള്ള കോളമാണ് നമ്മൾ ഇതുപോലെ സെൻട്രലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലൈൻ ഇതുപോലെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഓരോ ലൈനിലും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഈ പോർഷനിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഓരോ കോളവും ഇതുപോലെ സെൻട്രലായിട്ട് ഓരോ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ബോർഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര നീളം വേണമെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിനി
ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇത് ഒരു ബ്ലൂ കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഡാർക്ക് ബ്ലൂ എടുക്കാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഈ ലൈനുകളിൽ ഇതുപോലെ നൂലെടുക്കണം. തുണിയിൽ കുത്താതെ ഇതുപോലെ ആ നൂലുകൾക്കിടയിൽ കൂടെ ഇതുപോലെ എടുക്കണം. അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ ചുറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് കുത്തിയെടുക്കണം. ഇതുപോലെ 4 മൂലയ്ക്കൊന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വൈറ്റ് കോളം ഇതുപോലെ ബ്ലൂ കൊണ്ട് കവർ ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കിതുപോലെ 4 മൂലയ്ക്കൊന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 3 സ്റ്റിച്ചുകൾക്കിടയിൽ കൂടെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത നൂലിനിടയിൽ കൂടെ ഒന്നുകൂടെ ചുറ്റിയെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പൊസിഷനിൽ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഇനി 4ാമത്തെ ആ പെറ്റലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നൂലുകൾക്കിടയിൽ കൂടെ വീണ്ടും ഇതുപോലെ നമുക്ക് എടുക്കാം. 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുക്കണം. സൂചിയുടെ ബാക്ക് വശം വെച്ച് ഇതുപോലെ നൂലുകൾക്കിടയിൽ കൂടെ കയറ്റിയാൽ മതി. നമ്മുടെ ഒരു ഡിസൈൻ ഇപ്പം കംപ്ലീറ്റ് ആയി. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇനി അടുത്ത ഡിസൈനും കൂടെ നമുക്കിതുപോലെ ചെയ്യാം. ഇതുപോലെ രണ്ട് പ്രാവശ്യം ഇതുപോലെ നൂല് ചുറ്റി നമുക്കെടുക്കാം. നമുക്ക് ഈ ഫ്ലവർ ഡിസൈൻ ഇഷ്ടമുള്ള കളർ കൊടുത്ത് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ബ്ലൂ എടുത്ത് ചെയ്തന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് 2 പ്രാവശ്യം നൂല് ചുറ്റിയെടുക്കാം. ഇനി അടുത്ത കോർണറിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ
ചാനൽ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സിമ്പിളായിട്ടുള്ള ഒരു വർക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നല്ല നല്ല പുതിയ ഡിസൈനുകൾ ഞാനിതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് 2 പ്രാവശ്യം ഈ ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡിസൈനും ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ ലൈന് ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ ലൈൻ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോർഷനിൽ ഓരോ ഡിസൈനും കൂടെ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ 2ാമത്തെ ലൈനിലാണ് ആ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ സെയിം സ്റ്റിച്ച് തന്നെ ഇതുപോലെ തന്നെ ഇവിടുന്നാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 പ്രാവശ്യം ഇതുപോലെ അടുത്ത കോർണറിൽ നിന്നും ഇതുപോലെ തന്നെ 2 പ്രാവശ്യം നമുക്ക് നൂല് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഡിസൈൻ നമുക്ക് ഈ സ്റ്റിച്ചിലാണ് വരുന്നത്. അതും കൂടെ ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് ആ ഡിസൈൻ വരുന്നത്. ഈ കോർണറിലാണ് സ്റ്റിച്ച് ചെയ്ത ഒരു ലൈൻ വിട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നോക്കിയിട്ട് എല്ലാ ലൈനിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾക്ക് എല്ലാ ലൈനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ലാസ്റ്റ് വരുന്ന ലൈനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ വർക്ക് ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസൈന് ഇങ്ങനെയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.